ന്യൂസ് ക്യാൻ മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ രാജ്യത്തെ ഏറ്റവും വലിയ ക്ഷേമ പദ്ധതിയാണ് PM കിസാൻ സമ്മാൻ നിധി. വർഷത്തിൽ 6000 രൂപ വീതം 4 മാസത്തിലൊരിക്കൽ 3 ഗഡുക്കളായി 2000 രൂപ വീതമാണ് പദ്ധതിയിലൂടെ വിതരണം ചെയ്യുന്നത്. നിലവിൽ 18 ഗഡുക്കളിലൂടെ 36,000 രൂപ PM കിസാൻ ഗുണഭോക്താക്കൾക്ക് ഇതുവരെ ലഭിച്ചു കഴിഞ്ഞു. 19ാം ഗഡു വിതരണത്തിനായുള്ള കാത്തിരിപ്പിലാണ് ഗുണഭോക്താക്കൾ. ഇപ്പോഴിതാ ആ സന്തോഷ വാർത്ത എത്തിയിരിക്കുകയാണ്. PM കിസാൻ സമ്മാൻ നിധിയുടെ 19ാം ഗഡുവിന്റെ വിതരണം ഫെബ്രുവരി മാസം 24-ാം തീയതി ആരംഭിക്കുമെന്നാണ് കേന്ദ്ര കൃഷി വകുപ്പ് മന്ത്രി ശിവരാജ് സിംഗ് ചൗഹാൻ ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. ഫെബ്രുവരി 23-ാം തീയതി വരെ കൃഷി വകുപ്പിന്റെ നേതൃത്വത്തിലുള്ള വിവിധ ക്യാമ്പുകളും എഡിബിൾ ഓയിൽ കൺസപ്ഷനെക്കുറിച്ചുള്ള സർവേയും നടക്കുകയാണ്. അതിനുശേഷം 24-ാം തീയതിയായിരിക്കും രാജ്യത്തെ കർഷകരെ അഭിസംബോധന ചെയ്ത് പ്രധാനമന്ത്രി സംസാരിക്കുന്നതും തുടർന്ന് ഒരു സ്വിച്ച് ഓൺ കർമ്മത്തിലൂടെ രാജ്യത്തെ എല്ലാ കിസാൻ ഗുണഭോക്താക്കളുടെ ബാങ്ക് അക്കൗണ്ടിലേക്കും തുക വിതരണം ഉണ്ടാവുകയും ചെയ്യുക. ഇതോടൊപ്പം 1-ാം തീയതി ധനമന്ത്രി അവതരിപ്പിച്ച ബജറ്റിൽ കിസാൻ നിധിയിലുള്ളവർക്ക് നേട്ടമാകുന്ന പ്രഖ്യാപനങ്ങളുമുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് ഈടില്ലാതെയും കേന്ദ്ര സർക്കാരിന്റെ പലിശ സബ്സിഡിയോടും കൂടി ലഭിക്കുന്ന കിസാൻ ക്രെഡിറ്റ് വായ്പയുടെ പരിധി 3 ലക്ഷത്തിൽ നിന്ന് 5 ലക്ഷം രൂപയാക്കി ഉയർത്തിയത്. കേന്ദ്ര സർക്കാർ 3% പലിശ സബ്സിഡി നൽകുന്നതിനാൽ ഫലത്തിൽ 4% പലിശയൊക്കെയാണ് കിസാൻ ക്രെഡിറ്റ് കാർഡ് വായ്പകളിൽ കർഷകർക്ക് വരാറുള്ളൂ. PM കിസാൻ ഗുണഭോക്താക്കൾക്ക് പ്രയോജനപ്പെടുത്താവുന്ന ഒരു പദ്ധതി കൂടിയാണിത്. ഇതോടൊപ്പം സംസ്ഥാന കൃഷി വകുപ്പിന്റെ കതിറാപ്പിൽ കർഷകർ രജിസ്റ്റർ ചെയ്ത് ഒരു ID ഉണ്ടാക്കണമെന്ന സംസ്ഥാനത്തെ കൃഷിഭവനുകൾ ആവശ്യപ്പെടുന്നുണ്ട്. കതിറാപ്പിൽ രജിസ്റ്റർ ചെയ്തില്ലെങ്കിലും 19ാമത്തെ PM കിസാന്റെ ഗഡുത്തുക മുടങ്ങാതെ ലഭിക്കുന്നതാണ്. എങ്കിലും സംസ്ഥാനത്തെ കൃഷിയും കൃഷിസ്ഥലവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം ഓൺലൈനായി ലഭിക്കുന്നതിന് കൃഷിവകുപ്പ് നേരിട്ട് നടത്തുന്ന കതിറാപ്പിൽ രജിസ്റ്റർ ചെയ്തില്ലെങ്കിൽ കൃഷിക്ക് ലഭിക്കുന്ന സഹായങ്ങൾ, നഷ്ടപരിഹാരങ്ങൾ തുടങ്ങിയവയ്ക്ക് ലഭിക്കുന്നതിന് ഭാവിയിൽ ബുദ്ധിമുട്ടുണ്ടായേക്കാം. കാർഷിക സബ്സിഡികൾ, കർഷകർക്ക് ലഭിക്കുന്ന മറ്റ് ആനുകൂല്യങ്ങളൊക്കെ ലഭിക്കുവാനും ഭാവി കതിറാപ്പിൽ രജിസ്ട്രേഷൻ ചെയ്യേണ്ടി വന്നേക്കാം. അതിനാൽ കൃഷിഭവൻ വഴിയോ അക്ഷയ കേന്ദ്രങ്ങൾ വഴിയോ ഇപ്പോഴോ അല്ലെങ്കിൽ പിന്നീടോ നിങ്ങൾ രജിസ്റ്റർ ചെയ്യാൻ കൂടി മറക്കാതിരിക്കുക. വളരെ പ്രധാനപ്പെട്ട ഈ ഇൻഫർമേഷൻ മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്യുക.